നമസ്കാരം. വൃന്ദ ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടുകളിൽ ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയും വരാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയിൻ ഡോറിലൂടെയാണ് വീട്ടിലോട്ടുള്ള സൗഭാഗ്യങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് മെയിൻ ഡോർ എപ്പോഴും തുടച്ച് വൃത്തിയാക്കി വെക്കണം. മെയിൻ ഡോർ തുടച്ച് വെക്കുന്നത് വീട്ടിലോട്ട് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. വീട് വൃത്തിയാക്കി സൂര്യപ്രകാശം വീട്ടിനകത്തോട്ട് വരത്തക്ക വിധത്തിൽ ജനലുകളും വാതിലുകളും തുറന്നിരിക്കണം. എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേകമായ സ്ഥലം മാറ്റിവെച്ചിരിക്കും. അതിനെ പൂജാമുറി, പൂജാസ്ഥാനം എന്നെല്ലാം പറയും. വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂല ദൈവികമായ കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. അവിടെ ഒരു വിളക്കോ മെഴുകുതിരിയോ കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവികമായ ശക്തി കിട്ടും. കിടക്കുന്ന കട്ടിലിനെ ഫേസ് ചെയ്ത് കണ്ണാടി നല്ലതല്ല. അങ്ങനെ കണ്ണാടി ഉണ്ടെങ്കിൽ അതിനെ കർട്ടൻ കൊണ്ട് കവർ ചെയ്യുന്നത് നല്ലതാണ്. വീടിൻ്റെ അടുക്കള എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കണം. സിങ്കിൽ പാത്രങ്ങൾ കെട്ടിക്കിടക്കുന്നത് നല്ലതല്ല. അത് വീട്ടിലോട്ട് നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. ചൊവ്വയും വെള്ളിയും ട്യൂസ്ഡേ ഫ്രൈഡേ ദിവസങ്ങളിൽ വീടെല്ലാം വൃത്തിയാക്കി വീട്ടിൽ ലളിതാ സഹസ്രനാമവും ദേവീ സ്തോത്രങ്ങൾ ചെല്ലുന്നത് വീട്ടിന് ഐശ്വര്യം വരും. എല്ലാ ദിവസവും വീടെല്ലാം വൃത്തിയാക്കി കാലത്തും വൈകിട്ടും വിളക്ക് കത്തിക്കുന്നത് വീട്ടിന് സാമ്പത്തികമായ വർധനവുണ്ടാക്കും. ഇതെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും ധന അഭിവൃദ്ധിയും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.